ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉണക്കച്ചെമ്മീൻ വെച്ച് തയ്യാറാക്കുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് 1 ടേബിൾ സ്പൂൺ ഉലുവയും 1 ടേബിൾ സ്പൂൺ കടുകും കൂടെ നന്നായിട്ടൊന്ന് ഒരു പാനിലിട്ട് വറുത്തിട്ട് പൊടിച്ചെടുത്ത് വെക്കുക. ഇപ്പോൾ ഞാനിത് പൊടിച്ചെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അച്ചാർ ഉണ്ടാക്കാനുള്ള ഉണക്കച്ചെമ്മീനില്ലേ, ഇതാ ചെള്ളി, ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒരു പാനിലിട്ടിട്ട് വറുത്തെടുക്കാം. ഇനി അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഇപ്പം ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പം ഞാനൊരു 4 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അച്ചാറിനൊക്കെ ഏറ്റവും ബെസ്റ്റ് നല്ലെണ്ണ തന്നെയാണ്. ഇനി ഈ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കടുകും കറിവേപ്പിലയും ഒക്കെ ഒന്ന് മൂത്ത് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് ഇതിലേക്ക് ഇപ്പം ഞാൻ കുറച്ച് ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ 2 പച്ചമുളക് നടുകെ കീറിയതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതും കൂടെ നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് അച്ചാറും പൊടി, അതുപോലെ നമ്മൾ ആദ്യം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കടുകിൻ്റെ ഉലുവയുടെയും പൊടിയില്ലേ അത്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഇവയാണ് ചേർക്കുന്നത്. ഇനി ഈ മസാലപ്പൊടികളെല്ലാം കൂടി ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ഈ മസാലപ്പൊടികൾ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ മസാലപ്പൊടികൾ കരിഞ്ഞിട്ട് നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് മൊത്തത്തിലൊരു കയ്പ്പ് രസമായിട്ട് വരും. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് വിനാഗിരി ചേർക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പോളം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ വിനാഗിരിയൊക്കെ ചേർത്ത് നമ്മുടെ മസാല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് കണ്ടോ നമ്മുടെ അച്ചാറിൻ്റെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ഗ്രേവിയൊക്കെ കുറുകി അച്ചാർ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ടാവും കണ്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ചൂട് പോയതിനു ശേഷം കുപ്പിയിലാക്കിയിട്ട് നമുക്ക് എത്ര ദിവസം വേണോ അത്രയും ദിവസം കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഒരുപാട് ദിവസം കേടുകൂടാതെ ഇരിക്കും. അങ്ങനെ നമ്മുടെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.